ഓം ശ്രീ ഗുരുഭ്യോ നമഃ. വൃത്തത്തിലെ ശൂന്യത 18/8/2025. മാറ്റിവെക്കൽ, പോസ്റ്റ്പോൺ. എല്ലാ മത വിഭാഗത്തിലുള്ളവരും വിശ്വാസിയും നിരീശ്വരവാദിയും എല്ലാവരും, അതായത് ലിംഗ, വർണ്ണ, ദേശ, മത, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ജീവിതത്തിൽ നിരന്തരം ചെയ്തു പോരുന്ന ഒരു ആചാരമാണ് മാറ്റിവെക്കൽ. മാറ്റിവെക്കൽ ചെയ്യുന്നു എങ്കിലും എന്താണ് മാറ്റിവെക്കൽ എന്ന വാക്കിന്റെ അർത്ഥം എന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ഇത് മാറ്റിവെക്കാതെ ഇപ്പോൾ തന്നെ ചിന്തിക്കാം. ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പോൾ ചെയ്യാതെ അത് മറ്റൊരു സമയത്തോ മറ്റൊരു ദിവസമോ ചെയ്യാം എന്ന മനസ്സിന്റെ സ്വാധീനത്താലുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ ബോധപൂർവം നീട്ടിവെക്കുന്നതാണ് മാറ്റിവെക്കൽ, പോസ്റ്റ്പോൺ. ഒന്നുകിൽ നാം മാറ്റിവെക്കും. ഇനി മാറ്റിവെക്കാൻ തീരുമാനിച്ചത് ആരെങ്കിലും നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ചാലോ, സമയോചിതമായി, അതായത് സമയത്ത് ചെയ്യാതെ ബോധപൂർവം വൈകിപ്പിക്കുകയും ചെയ്യുന്നു. മാറ്റിവെക്കൽ നാം ചെയ്യുന്നത് വഴി മനസ്സ് ഭാവിയെ സങ്കല്പിക്കുന്നു, ഭാവിയെ കൂട്ടുപിടിക്കുന്നു. അവിടെ അവൻ സമയത്തെ കാണുന്നു, അതായത് നാളെ ചെയ്യാം എന്ന്. നാളെയായാലും ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ് എന്ന് അവൻ ഓർക്കാതെ പോകുന്നു. മാറ്റിവെക്കൽ ഒരുതരം ഒഴിവാക്കലാണ്. നിലവിലെ മനസ്സ് ചെയ്യേണ്ട ആ വിഷയം അപ്രധാനമായി കാണുകയും മാറ്റിവെക്കാവുന്നതായി തീരുമാനിക്കുകയും ചെയ്യുന്നു. മാറ്റിവെക്കാവുന്ന ഒന്നായി അതിനെ മാറ്റുന്നു. ഒരു സാധകൻ നിരീക്ഷണം ചെയ്യുന്നത് വഴി, അതായത് നിരീക്ഷകനെ ഉണർത്തുന്നത് വഴി ജീവിതത്തെ മനസ്സിലാക്കലാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതം നിലനിൽക്കേണ്ടത് ഈ നിമിഷത്തിലാണ്, അല്ലാതെ കഴിഞ്ഞുപോയ ഓർമ്മകളിൽ അല്ല. ജീവിതത്തെ നിലനിർത്തേണ്ടത് എന്നിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് മറ്റൊരാളോടുള്ള ദേഷ്യമാകട്ടെ, അല്ലെങ്കിൽ എന്നിലെ ഭയമാകട്ടെ, പിരിമുറുക്കം, സംഘർഷം, വിഷാദം, നഷ്ടപ്പെടുമോ എന്നത്, ഇങ്ങനെ എന്തുമാകട്ടെ, അത് ഭാവിയിൽ പരിഹാരമുണ്ടാക്കാം എന്നോ ഭാവിയിൽ മാറ്റം വരും എന്നോ ചിന്തിക്കുന്നത് പ്രശ്നങ്ങളുടെ പരിഹാരത്തെ മാറ്റിവെക്കലാണ്. അതുവഴി അവൻ ചെയ്യുന്നത് പ്രശ്നങ്ങളെ അവനിൽ നിലനിർത്തുവാൻ അവൻ തന്നെ അവസരം നൽകലാണ്. ജീവിതം ഇപ്പോഴാണ്. നാളത്തേക്ക് മാറ്റിവെക്കാം എന്ന് മനസ്സ് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രശ്നത്തെ അവിടെ തന്നെ നിലനിർത്തുകയാണ്. ഈ നിമിഷത്തെ ഉപയോഗിക്കുന്നവനാണ് നിരീക്ഷകൻ. നിരീക്ഷകനില്ലാത്ത മനസ്സ് ഈ നിമിഷത്തെ കാണാനാകാത്ത അന്ധനാണ്. ഈ നിമിഷത്തെ കാണാനാകാത്ത അന്ധൻ ഭാവിയെ എങ്ങനെ കാണാനാണ്? എന്നിട്ടാണ് ഭാവിയിൽ ചെയ്യാം എന്നു ചിന്തിച്ച് എല്ലാം മാറ്റിവെക്കുന്നത്. എപ്പോഴും ഉള്ളത് ഇപ്പോഴാണ്, ഈ നിമിഷം. മനസ്സ് പറയുന്ന ഭാവിയും നിലനിൽക്കുന്നത് ഈ നിമിഷത്തിലാണ്. ജീവിതം ഈ നിമിഷത്തിലാണ്. അതുകൊണ്ടാണ് നിരീക്ഷകൻ കാണുന്ന ഈ നിമിഷത്തിലെ എന്നെക്കുറിച്ചുള്ള പഠനമാണ് ആത്മീയത എന്ന് പറയുന്നത്. അത് തന്നെയാണ് ധ്യാനം, അത് തന്നെയാണ് ജ്ഞാനം, അത് തന്നെയാണ് ബോധോദയത്തിന്റെ ഹേതുവായി മാറുന്നത്. നാളെ എന്നത് വെറും സാങ്കല്പികം മാത്രം, യാഥാർത്ഥ്യം അല്ല എന്നറിയണം. ഒരിക്കലും മാറ്റിവെക്കുവാൻ കഴിയാത്തതും ഭാവിയിൽ നേടാം എന്ന് ചിന്തിക്കുന്നതുമായ ചിലതുണ്ട്. അവ ഇവയാണ്: ഈ നിമിഷം, സത്യം, ബന്ധനമില്ലാത്ത സ്ഥിതി, ബോധം, നിരീക്ഷകൻ, സത്ത. ഇവ നിലനിൽക്കുന്നത് ഈ നിമിഷത്തിലാണ്. അപ്പോൾ മാറ്റിവെക്കൽ ആചാരമാക്കിയവൻ എങ്ങനെ ഇവ ഭാവിയിൽ നേടും? മനസ്സ് സൃഷ്ടിക്കുന്ന സമയമാണ് ഭാവി. അത് സങ്കല്പവുമാണ്. നിലവിലെ പ്രശ്നത്തെ അല്ലെങ്കിൽ പരിഹരിക്കേണ്ട ഒന്നിനെ ബോധപൂർവം മാറ്റുകയോ മറക്കുവാൻ ശ്രമിക്കുകയോ
ഭാവിയിൽ പരിഹാരം കാണാം എന്ന് ചിന്തിക്കുകയോ ചെയ്യുന്നത് മനസ്സ് തന്നെ സൃഷ്ടിച്ച സമയത്തെ പിടിച്ചിട്ടാണ്. അവൻ ഈ നിമിഷത്തെ അറിയുന്നില്ല. ഓരോ മാറ്റിവെക്കലിലും നാം കാണുന്നത് മനസ്സിനെ മാത്രമാണ്, ഈ നിമിഷത്തെ അല്ല. ഈ നിമിഷത്തെ കാണുന്നവന് മാറ്റിവെക്കുവാൻ നാളെ ഉണ്ടാവുകയില്ല. കാരണം ജീവിതം ഈ നിമിഷത്തിലാണ്, അല്ലാതെ മനസ്സ് സങ്കല്പിച്ച നാളെയിലല്ല. നോക്കൂ, ചില ഘടകങ്ങൾ മനസ്സ് സങ്കല്പിക്കുന്നത് കൊണ്ടാണ് മാറ്റിവെക്കൽ നമ്മൾ ചെയ്യുന്നത്. അതിൽ ഏറ്റവും വലിയ പ്രശ്നം അവൻ ഇപ്പോൾ ഒരു കംഫേർട്ടിലാണ് നിൽക്കുന്നത് എന്നതാണ്. അത് തകരാതിരിക്കുവാനാണ് കാര്യങ്ങളെ മാറ്റിവെക്കുന്നത്. ഇപ്പോൾ പ്രവർത്തിച്ചാൽ നിലവിലെ മനോതലം മാറുമോ എന്ന ഭയമാണ് അടുത്ത കാരണം. അതുകൊണ്ടാണ് മനസ്സ് കാലം സൃഷ്ടിക്കുന്നത്. അതല്ലേ നാളെ എന്ന ഭാവി കാലം. അത് ഒരുതരം പ്രതീക്ഷ നൽകുന്നു. നാളെ ചെയ്യാം, നാളെ മുതൽ ശരിയാക്കും എന്നല്ല. ഈ നിമിഷത്തെ തള്ളിക്കളയൽ എന്നത് നാം നമ്മോട് കാണിക്കുന്ന ആത്മവഞ്ചന തന്നെയാണ്. നാളെ ഒന്നും സംഭവിക്കുവാൻ പോകുന്നില്ല. സംഭവിക്കേണ്ടതും സംഭവിക്കുന്നതും ഈ നിമിഷത്തിൽ മാത്രമാണ്. നാളെ എന്ന ഒന്നില്ല. മാറ്റിവെച്ച് നാളെ ചെയ്യാം എന്ന് ചിന്തിച്ചത് ഇന്ന് ചെയ്യുക. ഇന്ന് ചെയ്യാൻ തീരുമാനിച്ചത് ഇപ്പോൾ ചെയ്യുക. കാരണം മാറ്റിവെക്കാൻ ഒരു നാളെ നമ്മൾക്കില്ല. ഉള്ളത് ഇപ്പോഴത്തെ ഈ നിമിഷമാണ്. അത് കാണുന്നവൻ നിരീക്ഷകനുമാണ്. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം. 18 ഓഗസ്റ്റിന് പിന്നെ വൃത്തത്തിലെ ശൂന്യത ടോപ്പിക് മാറ്റിവെക്കൽ. മനുഷ്യർ സർവ്വസാധാരണമായി അനുഷ്ഠിക്കുന്ന ഒരു പ്രവൃത്തിയാണ് മാറ്റിവെക്കൽ. കൃത്യനിഷ്ഠയോടെയും മടിയില്ലാതെയും ഉടനടി, അതായത് മനസ്സിന്റെ പ്രേരണയാൽ ഈ അനുഷ്ഠിക്കുന്ന കൊണ്ടാണ് ഈ പ്രവൃത്തിയെ ആചാരം എന്ന് ഗുരുജി സൂചിപ്പിക്കുന്നത്. അതായത് വളരെ ഭക്തിയോടെ അത് നമ്മൾ ചെയ്തിരിക്കും. ഈ നിമിഷത്തിൽ ചെയ്യേണ്ട പ്രവൃത്തി ഉടനടി ചെയ്യാതെ മടി പിടിച്ച് പിന്നെ ഭാവിയിലേക്ക് മാറ്റി വെക്കാൻ ഉള്ള സങ്കല്പം കൊണ്ടാകാം. മാറ്റിവെക്കൽ ഒരു തരം ഒഴിവാക്കലാണ്. മനസ്സിന്റെ ഈ നിമിഷത്തിൽ ചെയ്യേണ്ടത് പിന്നെ പ്രാധാന്യമില്ലാത്തതായി സ്വാധീനത്തെ കാണുന്നത് കൊണ്ടാകാം. ഇത് ഒരു സാധകനെ സംബന്ധിച്ച് മാറ്റിവെക്കൽ പ്രക്രിയ ആത്മയാത്രയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. തുടക്കത്തിലും, അതായത് ധ്യാന സാധനയിലോട്ട് വരുന്ന ആ സമയത്തും, പിന്നെ തുടർച്ചയായിട്ട് അങ്ങോട്ട് പോകുമ്പം നമുക്ക് ഇത് ഒരു തടസ്സമാണ്. നമ്മുടെ ആ യാത്രയിൽ ഉണ്ടാകുന്ന ഒരു തടസ്സമാണ്. മാറ്റിവെക്കാൻ തീരുമാനിച്ച് ആണെങ്കിലും പിന്നെ വേറെ ആരെങ്കിലും നിർബന്ധിപ്പിച്ച് നമ്മളെ അത് ചെയ്യിപ്പിക്കുവാണെങ്കിൽ നമ്മള് എന്താ ചെയ്യാ? പിന്നെ അതായത് സമയത്ത് ചെയ്യാതെ ബോധപൂർവവും വൈകിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് നമ്മുടെ ഒരു ഫെസിലിറ്റി പ്രകാരം നമ്മൾ കുറച്ചങ്ങോട്ട് മാറ്റിവെക്കും. അതിന് പല പർപ്പസസ് കാണുമായിരിക്കാം. അതിനാ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അത് ഉടനെ ചെയ്യാതെ മാറ്റിവെക്കുന്നു. കാരണം മനസ്സ് വരും, പല മനസ്സോ വേറെ എന്താണോ അവിടെ പ്രവർത്തിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ there will be some reason for delay. പിന്നെ സാധകൻ അപ്പൊ നമുക്ക് ഈ ടോക്ക് ഒരു സാധകന്റെ ആ തലത്തിൽ നിന്ന് നോക്കുവാണെങ്കിൽ, സാധകൻ നിരീക്ഷണത്താൽ എല്ലാ പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ ഈ നിമിഷത്തിൽ ജീവിതം അനുഭവിക്കുകയാണ്. ജീവിതം ഈ നിമിഷത്തിലാണുള്ളത്. അതുകൊണ്ട് പ്രശ്നങ്ങൾ
എന്തുണ്ടായാലും ഭയം, സംഘർഷം, വിഷാദം, നഷ്ടങ്ങൾ ഉണ്ടായാലും അതിന് പരിഹാരങ്ങൾ ഭാവിയിലേക്ക് അല്ല മാറ്റിവെക്കേണ്ടത്. ഈ നിമിഷത്തിൽ ആ പ്രശ്നങ്ങളെ നോക്കി കാണേണ്ടതാണ്. അത് ഭാവിയിലേക്ക് മാറ്റി വെക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ജീവിച്ചിട്ടില്ല. ഇപ്പൊ ഗുരുജി അതിനകത്തൊരു പോയിന്റ് തന്നിട്ടുണ്ട്. എപ്പോഴും ഉള്ളത് ഇപ്പോഴാണ്, ഈ നിമിഷത്തിലാണ്. അപ്പോ സ്വാഭാവികതയിൽ നടക്കുന്ന ചില ഹാപ്പനിങ്സ്, അതാണ് വാട്ട് എവർ ഇസ് പ്രസന്റ്. നമ്മൾ മാത്രമല്ല ഇവിടെ ഉള്ളത്, ചുറ്റുപാടിനും പല സന്ദർഭങ്ങളും ഒക്കെ ഉണ്ട്. അതിന്റെ ഒക്കെ ഒരു ടോട്ടാലിറ്റി നോക്കുമ്പോൾ വാട്ട് എവർ ഇസ് പ്രസന്റ് ഇസ് ഇൻ ദ നൗ. എപ്പോഴും ഉള്ളത് ഇപ്പോഴാണ്. അപ്പോ ആ ഉള്ളത് ഇപ്പോഴുള്ളത് ഇങ്ങനെയാണ്, സ്വാഭാവികമായിട്ട് പിന്നെ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നതാണ്. മനസ്സിന്റെ ഒരു ടച്ചും ഇല്ലാതെ ആ രീതിയിൽ നടക്കുന്നതാണ്, പ്രകൃതിയിൽ നടക്കുന്നത് പോലെയാണ്. ഈ നിമിഷത്തിലാണ് അത് ഉണ്ടാവുന്നത്. മനസ്സ് പറയുന്ന ഭാവിയിൽ നിലനിൽക്കാതെ ഈ ഒരു നിമിഷത്തിലാണ് നമ്മൾ നിലനിൽക്കേണ്ടത്. ജീവിതം ഈ നിമിഷത്തിൽ ആയതുകൊണ്ട് ഈ നിമിഷത്തിലെ നിരീക്ഷണം വഴി എന്നെ കുറിച്ചുള്ള പഠനത്താൽ മാത്രമേ എന്റെ യഥാർത്ഥ ഐഡന്റിറ്റിയിൽ എത്താൻ പറ്റുന്നത്. നിരീക്ഷകന്റെ തലത്തിൽ നിന്ന് എന്നെ നോക്കിക്കണ്ട് ശാന്തനായിട്ട് നിൽക്കുകയും, അതാണ് ധ്യാനം. എന്നെ നിരീക്ഷിക്കുക, ധ്യാനം. പിന്നെ ഏത് പ്രശ്നങ്ങളിലും അനായാസേന ബോധതലത്തിൽ നിൽക്കാൻ സാധിക്കേണ്ടതാണ്. ആ ബോധതലത്തിൽ നിലനിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ശാന്തതയും ഒട്ടലില്ലായ്മയും സ്വാഭാവികതയും പിന്നെ ആ സ്വാതന്ത്ര്യവും അതെല്ലാം അനുഭവിച്ച് അറിയുമ്പോൾ അതാണ് ആ ജ്ഞാനം, എന്റെ യഥാർത്ഥ ഐഡന്റിറ്റിയെ കുറിച്ചുള്ള ആ ജ്ഞാനം, തന്നറിവ് കിട്ടുന്നത്. അപ്പോ ഈ നിമിഷത്തിൽ നിൽക്കുവാണെങ്കിൽ, എന്നെ കുറിച്ച് ഈ പഠനം എല്ലാം നടത്തുവാണെങ്കിൽ, ചുറ്റിനും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ ഒരു തലത്തിൽ നിൽക്കുമ്പം ആ ജ്ഞാനം ആ തലത്തിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ആ സത്തയുടെ ആ പ്രസൻസിൽ നിന്ന് ആ പ്രശ്നത്തിനുള്ള പരിഹാരം ആക്ച്വലി അവിടെ നിന്ന് നമുക്കൊരു, നമ്മൾ പോലും അറിയത്തില്ല, ഒരു നാച്ചുറൽ ഫ്ലോയില് ത്രൂ ചില കാര്യങ്ങൾ സംഭവിക്കും. അതാണ് അവിടുത്തെ ആ ശരിക്കുള്ള അത് മെഡിറ്റേഷനിൽ അങ്ങോട്ട് പോകുന്നവർക്ക് അത് മനസ്സിലാവും. മാറ്റി വെക്കാൻ പറ്റാത്തതാണ് ഈ നിമിഷം. ഈ കാര്യങ്ങളൊന്നും നമുക്ക് മാറ്റി വെക്കാൻ പറ്റത്തില്ല. പ്രസന്റ്ലി ഇൻ ദ നൗ നിൽക്കുമ്പോൾ ചില കാര്യങ്ങളുണ്ട്, അതൊന്നും മാറ്റി വെക്കാൻ പറ്റില്ല. കാരണം ജീവിതം എന്ന് പറഞ്ഞാൽ പ്രസന്റിലാണ്. ലൈഫ് പ്രോസസ് അക്കേഴ്സ് വെരി നാച്ചുറലി ഇൻ ദ നൗ. അപ്പൊ ആ നൗവിൽ വേണം നമ്മളും വർദ്ധിക്കാനും. മാറ്റി വെക്കാൻ പറ്റാത്തതാണ് ഈ നിമിഷം, സത്യം, പിന്നെ ബന്ധനസ്ഥം അല്ലാത്ത അവസ്ഥ, ബോധം, നിരീക്ഷണം, സത്ത. ഇവയെല്ലാം ഈ നിമിഷത്തിലെ നേടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതൊന്നും നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്തതാണ്. അവിടെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മനസ്സ് വന്നിട്ടുണ്ട്. അപ്പോ ഇനിയും ഈ നിമിഷത്തിൽ നിൽക്കുവാൻ വേറെ ഒരു പോയിന്റോട് കുറിച്ച് പറയുന്നുണ്ട്. ഈ നിമിഷത്തിൽ നിൽക്കുവാൻ സദാ മാറിക്കൊണ്ട് ഇരിക്കുകയാണ്. ഞാൻ ഈ നിമിഷത്തിൽ നിൽക്കണമെങ്കിൽ ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നിരീക്ഷണം ചെയ്ത് എന്നുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ ഞാൻ നോക്കിക്കാണുവാണെങ്കിൽ പിന്നെ ഞാൻ മാറിക്കൊണ്ട ഇരിക്കുകയാണ് സദാ. അതുകൊണ്ട് ഈ നിമിഷത്തിൽ
ഈ നിമിഷ പിന്നെ ഈ നിമിഷത്തെ കാണുവാൻ മാറ്റി വെക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാല്, നാളെ അവിടെ ഞാൻ എങ്ങനായിരിക്കും? ഈ ഞാനായിരിക്കത്തില്ല അവിടെ ഉണ്ടാവുന്നത്. അതാണ് ഈ പറയുന്നത്, നമ്മള് സ്ലോ ഡെത്ത് നമുക്ക് നടക്കുന്നു എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. വാട്ട് വി ആർ നൗ, വി ആർ നോട്ട് നെക്സ്റ്റ് മൂമെന്റ്. ആ തലത്തിൽ, നിരീക്ഷണത്തിന്റെ തലത്തിൽ പോവുകയാണെങ്കിൽ ആ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ മാറിക്കൊണ്ടിരിക്കും നിരീക്ഷണന്റെ തലത്തിൽ ആണെങ്കിൽ. അപ്പൊ ഇന്നത്തെ ടോക്കിൽ പിന്നെ ബാലുജി ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ നിരീക്ഷണത്തിന്റെ തലത്തിൽ ഇങ്ങനെ സദാ നിൽക്കാൻ പറ്റുന്നതെന്ന്. അപ്പൊ ആ തലത്തിൽ എത്തണം. അങ്ങോട്ട് എത്തിയിട്ടേ നമുക്ക് ഈ കാര്യം ഇങ്ങനെ പറയാൻ, ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു യാഥാർത്ഥ്യമുണ്ട്, നമ്മൾ ആ തലത്തിൽ നിൽക്കുകയാണെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം യാഥാർത്ഥ്യമാണ്. നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ നിമിഷത്തിൽ പിന്നെ അതുകൊണ്ട് ഈ നിമിഷത്തെ കാണുന്നവൻ പിന്നെ മാറ്റി വെക്കുമ്പോൾ നാളെ ആ പിന്നെ ഈ നിമിഷത്തിൽ നിൽക്കുന്ന ഉണ്ടാവില്ല അവിടെ. പിന്നെ അത് മാത്രമല്ല, അങ്ങനെ മാറ്റി വെച്ചാലും അത് ശരിയായ ഒരു രീതിയിലല്ല ജീവിക്കുന്നത്, പ്രസന്റിലല്ല നിൽക്കുന്നത്, സ്വാഭാവികതയിലല്ല ജീവിക്കുന്നത് മാറ്റിവെക്കുമ്പോൾ. പിന്നെ ഒരു വേറൊരു യാഥാർത്ഥ്യമുള്ളത്, ഇവിടെ നീ മാത്രമല്ല, ചുറ്റിനുമുള്ള സാഹചര്യങ്ങളും ഉണ്ട്. അത് എങ്ങനെ സംഭവിക്കും ചുറ്റിനും നമുക്ക് പറയാൻ പറ്റില്ല. അൺപ്രഡിക്റ്റബിൾ ആണ്, മുൻകൂട്ടി പറയാൻ പറ്റില്ല. അപ്പൊ സാധ്യതകൾ പലതുമുണ്ട്, പല രീതിയിൽ അത് നടക്കുകയും ചെയ്യാം. അപ്പൊ നമ്മൾ ഇതിനെ ഉൾക്കൊള്ളേണ്ടതാണ്. ഈ യാഥാർത്ഥ്യത്തോട് നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. അപ്പൊ ഇവിടെ ഞാൻ മാത്രമല്ല, എന്റെ ചുറ്റിനുമുള്ള ആ മാറുന്ന ആ ഒരു സിറ്റുവേഷനും ഉണ്ട്. അപ്പോ ഞാൻ പോണ്ടേ എങ്ങനെയാണ്? നാച്ചുറൽ ആയിട്ട് തന്നെ പോണം. ഗോ വിത്ത് ദ ഫ്ലോ എന്ന് കുറിച്ച് പറയുമ്പം ഇങ്ങനെ അനായാസേന സ്വാഭാവികമായിട്ട് ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട്, ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളും ടോട്ടാലിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് വേണം അങ്ങോട്ട് പോകാൻ. അതാണ് ശരിക്കും പറഞ്ഞ ജീവിതം. പിന്നെ അപ്പൊ അങ്ങനെ വരുമ്പം ഇത് എല്ലാം നടക്കുന്ന ഈ നിമിഷത്തിൽ ആണ് സംഭവിക്കേണ്ടത്. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോ അവിടെ ഒരു കർത്തൃത്വ ബോധവും ഒന്നും ഉണ്ടാവില്ലല്ലോ. അത് വാട്ട് ഹാസ് ടു ഹാപ്പൻ വിൽ ഹാപ്പൻ എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് മാറ്റി വെക്കാതെ, നാളത്തേക്ക് മാറ്റി വെച്ചത് ഈ നിമിഷത്തിൽ നിന്നുകൊണ്ട് ഇന്ന് ചെയ്യണം, ഇന്ന് ചെയ്യാൻ വെച്ചത് ഇപ്പോൾ ചെയ്യണം. അത് സാധകർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം. ഹരി ഓം. നമ്മൾ ബേസിക്കലി അലസന്മാരാണ്, മടിയന്മാരാണ്, അതിലാർക്കും സംശയമില്ല. എന്നാൽ എല്ലാം നേടണം എന്നുള്ള ആഗ്രഹമുണ്ട്. മനസ്സ് മടി പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കർമ്മങ്ങളെ മാറ്റി വയ്ക്കും. മടി മാത്രമാണെന്നില്ല, കാരണം ഈ ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള ആത്മാർത്ഥത കുറവാകാം, ആ പ്രവൃത്തി അത്രയ്ക്കും പ്രാധാന്യമുള്ളതാണെന്ന കാര്യം തോന്നാത്തതാകാം. ഇനിയിപ്പം പ്രാധാന്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും ഇനിയും സമയമുണ്ടല്ലോ എന്ന ചിന്ത ഉണ്ടാവാം. ഇത് ഞാനൊരു ശീലമാക്കി വച്ചിരിക്കുന്നതുകൊണ്ട് എനിക്കിത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഗുരുജിയുടെ പല വർക്കുകളും പെൻഡിങ്ങിലാണ്. ഈ വൃത്തത്തിലെ ശൂന്യത, സയൻസ് ഓഫ് ദി അബ്സല്യൂട്ട് ഡിസ്കഷൻ സീരീസ്, സ്വാമിനിയമ്മയും ശരജിയും, അതെല്ലാം പെൻഡിങ്ങിലാണ്. ഇത് മാറ്റി വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. മാറ്റിവെച്ച് അതൊരു കുന്നോളമായി. അപ്പോൾ ഈ മടിയൻ മല ചുമക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലത്തെ അവസ്ഥയാണ് ഇപ്പം എൻ്റെത്. കാരണം പ്രാധാന്യമുള്ളതാണ് എന്നറിഞ്ഞിട്ടും കുറച്ച് 2 ദിവസം കഴിഞ്ഞ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന് ഈ ഒരു പോസ്റ്റിംഗ് ഉണ്ടല്ലോ നാളെ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ മാറ്റി വെച്ച് അതൊരുപാടായി. അപ്പോൾ ഈ മനസ്സ് ഇങ്ങനെ മാറ്റി വയ്ക്കുന്നത് കൊണ്ട് ഇവിടെ ഈ ഭാവി കാലത്തെ ഒരു പ്രതീക്ഷയോടെയാണ് കാണുന്നത്.
ഈ മനസ്സ് ചിന്തിപ്പിക്കുമല്ലോ, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, 2 ദിവസം കഴിയട്ടെ. അപ്പം ഈ നമ്മൾ ഈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഈ മാറ്റിവെക്കൽ. അപ്പം ഈ സാധകൻ നിരീക്ഷണത്തിലൂടെ ഈ നിമിഷത്തെ ജീവിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ മാറ്റിവെക്കുക എന്നത് ഒരു നിരീക്ഷകന് ചേരുന്ന പണിയേ അല്ല. അത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എന്നാലും തിരിച്ചറിഞ്ഞാലും നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യുക. ഇപ്പം നമുക്കൊരു അസുഖം വന്നാൽ നമ്മൾ ഓടി ഡോക്ടറെ കാണാൻ പോകും. അത് മാറ്റിവെക്കില്ല. കാരണം ആ അസുഖം സീരിയസ് ആണ്, അത് നമ്മുടെ ശരീരത്തെ ബാധിക്കും. മാറ്റിവെച്ചാൽ അത് കൂടും. അതുകൊണ്ട് നമ്മൾ ഓടിപ്പോയി ഡോക്ടറെ കണ്ട് അതിനുള്ള പരിഹാരം ചെയ്യും. അപ്പം അതുപോലെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും. ഇപ്പം മനസ്സിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അപ്പം തിരുത്താതെ പിന്നെ തിരുത്താം എന്നുള്ള രീതിയിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം ഡബിൾ ആവുകയുള്ളൂ. അപ്പം ആദ്യം ഒരു സാധകൻ ഉണ്ടാവേണ്ടത് ഈ ഒരു മാറ്റി വയ്ക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യേണ്ടതിനെ ഇപ്പം ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം എടുക്കലാണ്. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പതുക്കെ അതിനെ ആപ്ലിക്കേഷൻ ലെവലിലോട്ടും കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. മനസ്സിടയ്ക്ക് പിടിക്കുമെങ്കിലും ഈ ഒരു ബോധ്യം ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് അതിനെ പ്രാവർത്തികമാക്കാൻ പറ്റും. കാരണം ഇപ്പം നമ്മളിങ്ങനെ മാറ്റി വെച്ച് പോവുകയാണെങ്കിൽ നാളെ എന്നുള്ളൊരു സമയം അത് ഭാവി കാലത്തിലുള്ളതല്ലേ. ഈ നിമിഷത്തിലാണ് നമ്മുടെ ജീവിതം ഉള്ളത്. നാളെ ഈ ജീവൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പുണ്ടോ? ഇല്ല. അപ്പം എങ്ങനെ നമുക്കൊരു കാര്യത്തെ നാളത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റും? അങ്ങനെ ഉറപ്പില്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മളെങ്കിൽ. അപ്പം ഈ നിമിഷത്തിലാണ് സകലതും നിലനിൽക്കുന്നത്. ഈ നിമിഷത്തിലാണ് സത്യവും നിലനിൽക്കുന്നത്. നിരീക്ഷകനും ഈ നിമിഷത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വർത്തമാനകാലത്തിലെ ഭൂതവും ഭാവിയും എല്ലാം ഈ ഭൂതവും ഭാവിയും എല്ലാം മനസ്സിൻ്റെ സങ്കല്പങ്ങളിലാണ് നിലനിൽക്കുന്നത്. അത് സത്യമല്ല. മനസ്സിനത് അറിയാം. എന്നാൽ മനസ്സതിനെ മാറ്റാൻ തയ്യാറല്ല. കാരണം എന്തുകൊണ്ടാണ്? മനസ്സ് അതിൻ്റെ ആവാസ വ്യവസ്ഥയെ മാറ്റാൻ ഒരിക്കലും തയ്യാറാവില്ല, ഇപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥയെ. അതാണ് ഈ ഭാവിയെ സങ്കല്പിച്ച് കർമ്മങ്ങളെ മാറ്റിവെക്കുന്നത്. മനസ്സ് ന്യായീകരിക്കും, പല വിധത്തിൽ ന്യായീകരിക്കും. കാരണം അവൻ്റെ സ്വപ്നലോകം തകരും. എങ്ങനെ? അവൻ ഈ നിമിഷത്തിൽ നിലനിന്നാലും. അതുകൊണ്ടാണ് അത് മാറ്റിവെക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് മനസ്സുപയോഗിക്കുന്ന ന്യായീകരണമാണ് ഈ മാറ്റിവെക്കൽ എന്നുള്ള പ്രക്രിയ. കാരണം ആ മനസ്സ് തകരാൻ പാടില്ല, ആ സ്വപ്നലോകം തകരാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ന്യായീകരിക്കുന്നതാണ് ഈ മാറ്റിവെക്കൽ എന്നുള്ള ഈ ഒരു സംഭവം. ഈ നിമിഷമേ നമുക്കുള്ളൂ എന്ന് നിരീക്ഷകനെ ഉണർത്തിയാൽ സാധകൻ തിരിച്ചറിയുകയാണ്. തിരിച്ചറിയുന്നതിനെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു ധൈര്യമാണ് ഒരു സാധകൻ കാണിക്കേണ്ടത്. അല്ലാത്ത പക്ഷം നമ്മളെ തന്നെ സ്വയം ഇല്ലാതാക്കുകയാണ്, വഞ്ചിക്കുകയാണ്. യഥാർത്ഥത്തിൽ സത്യത്തിനെതിരെ അല്ലെങ്കിൽ സത്യക്കെതിരെ സഞ്ചരിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സർവനാശത്തിന് തന്നെ കാരണമാകും. ഈ നിമിഷത്തിൽ നിലനിന്ന് കാലദേശങ്ങൾക്കപ്പുറമുള്ള ആ സത്തയെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു സാധകൻ ചെയ്യേണ്ടത്. അതിന് മാറ്റിവെക്കലല്ല, ഈ നിമിഷത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് സാധകന് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്നത്തെ വിഷയം മാറ്റിവെക്കൽ. ഇത് വായിച്ചപ്പോൾ ആദ്യം ഗുരുജിയുടെ ഒരു അവധൂത ചിന്തയാണ് ഓർമ്മ വന്നത്. അതിൽ പറയുന്നത്, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യുക, നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യുക. അത് ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യതയിൽ തന്നെ
അവസാനം അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റിവെക്കുന്നത് കൊണ്ടുള്ള അപകടങ്ങൾ, ഒരു സാധകന് നേരിടുന്ന തടസ്സങ്ങൾ, ഇവയെല്ലാം ഇതിൽ പറയും. ഇപ്പം പൊതുവെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ ദിവസവും പല പ്രവൃത്തികളും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതില് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട പ്രവൃത്തിയാണെങ്കിൽ നമ്മളത് അപ്പോൾ തന്നെ ഉത്സാഹത്തോടെ ചെയ്തു തീർക്കും. എന്നാൽ ചെയ്തു തീർക്കേണ്ട കർമ്മം ആയാലും മനസ്സിന് ഇഷ്ടമല്ലെങ്കിൽ അത് പിന്നീട് ചെയ്യാം എന്ന് തീരുമാനിച്ച് മാറ്റിവെക്കുന്നു. നമ്മളെല്ലാം പൊതുവെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത്. അപ്പം ചെയ്യേണ്ട കാര്യം ഭാവിയിലേക്ക് മാറ്റിവെക്കുന്നതിന് മനസ്സ് പല ന്യായീകരണങ്ങൾ കണ്ടെത്തും. അപ്പോൾ ഇവിടെ ഒരു കാര്യം എപ്പോൾ ചെയ്യണമെന്ന തീരുമാനം എടുക്കുന്നത് മനസ്സാണ്. ആ മനസ്സിന്റെ സ്വാധീന വലയത്തിൽ ആയതുകൊണ്ട് നമ്മൾ മനസ്സിന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുന്നില്ല. ഇന്ന് തീരെ സമയമില്ല, അതുകൊണ്ട് പിന്നീട് ചെയ്യാം എന്നായിരിക്കും പൊതുവെ മനസ്സ് അതിനായി ന്യായീകരണം കണ്ടെത്തുന്നത്. എന്നാൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതായത് എത്ര തിരക്കുണ്ടായാലും 3 നേരം കൃത്യമായി ഭക്ഷണം കഴിക്കുവാൻ നമുക്ക് സമയമുണ്ട്. ഭക്ഷണം പാകം ചെയ്യുന്നതോ കഴിക്കുന്നതോ നമ്മൾ നാളത്തേക്ക് മാറ്റി വെക്കുന്നില്ല. അത് ചിട്ടയോടെ ചെയ്യുന്നു. എന്നാൽ സാധന ചെയ്യുവാൻ മുടക്കം വന്നാൽ ഇന്ന് തീരെ സമയം കിട്ടിയില്ല എന്നിവ മനസ്സ് തന്നെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. അപ്പൊ ഒരു സാധകന്റെ ജീവിതം അടുക്കും ചിട്ടയുമുള്ളതായിരിക്കണം എന്ന് ഗുരുജി മുൻപൊരു പുസ്തകത്തിലെ ശൂന്യതയിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് സാധകന്റെ മുറി അടുക്കും ചിട്ടയോടെ സൂക്ഷിക്കുന്നത് പോലെ അവന്റെ സാധനയും വാക്കുകളും കർമ്മങ്ങളും എല്ലാത്തിലും അടുക്കും ചിട്ട ഉണ്ടാകുവാൻ അവൻ ശീലിക്കുന്നു. അപ്പൊ അടുക്കും ചിട്ടയുള്ള ഒരു സാധകൻ ഒരു കർമ്മവും പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നില്ല. എന്നാൽ അടുക്കും ചിട്ടയും ഇല്ലെങ്കിലോ ഇവിടെ മനസ്സ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെയും ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെയും വേർതിരിച്ച് ഒരു മുൻഗണനാ പട്ടിക തയ്യാറാക്കുന്നു. അത് മനസ്സാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളും പിന്നീട് ചെയ്യാം എന്ന് തീരുമാനിച്ച് മാറ്റിവെക്കുന്നു. പിന്നീട് ആണെങ്കിലും ചെയ്യേണ്ട ജോലി ഞാൻ തന്നെയാണ് ചെയ്ത് തീർക്കേണ്ടത് എന്ന വിവേക ബുദ്ധി അവനിൽ അപ്പോൾ ഉണരുന്നില്ല. കാരണം മനസ്സ് ഈ നിമിഷത്തിൽ നിൽക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. അതിനെക്കുറിച്ച് സ്വാമിയമ്മയും ബാലജിയും വിശദമായി പറഞ്ഞിട്ടുണ്ട്. മനസ്സ് ഈ നിമിഷത്തിൽ നിൽക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. അവിടെ മനോതലത്തിൽ നിൽക്കുമ്പോൾ ഈ നിമിഷത്തിലെ സത്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. കാരണം മനസ്സെപ്പോഴും ഭൂതത്തിലും ഭാവിയിലുമായിട്ട് മാറി മാറി സഞ്ചരിക്കുകയാണ്. അപ്പൊ ഈ നിമിഷത്തിലെ സത്യം നമ്മൾക്കവിടെ നഷ്ടപ്പെടുന്നു. നിരീക്ഷകൻ ഉണർന്നാൽ മാത്രമേ ഈ നിമിഷത്തിലെ സത്യം തിരിച്ചറിയുവാൻ നമ്മൾക്ക് കഴിയൂ. ഈ നിമിഷത്തിൽ നിന്നുകൊണ്ട് നിരീക്ഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങളെ വ്യക്തമായി വേർതിരിച്ചറിയുവാൻ കഴിയുന്നു. മനോതലത്തിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഭാവിയിൽ കണ്ടെത്താം എന്ന് ചിന്തിച്ച് നമ്മൾ പ്രശ്നങ്ങളെ നമ്മളോടൊപ്പം നിലനിർത്തുന്നു. ഒരു സാധകൻ അവന്റെ സാധനാ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരാറുണ്ട്. അവ പരിഹരിക്കുവാൻ ശ്രമിക്കാതെ മാറ്റിവെച്ചാൽ പ്രശ്നങ്ങളുടെ എണ്ണം കൂടിക്കൂടി വന്ന് ഒടുവിൽ സാധന തന്നെ മുടങ്ങിപ്പോയേക്കാം. അപ്പോൾ ഈ നിമിഷത്തോടൊപ്പം നിൽക്കുന്നതിന് പകരം പ്രശ്നങ്ങളോടൊപ്പം അവന് നിൽക്കേണ്ടി വരുന്നു. അപ്പൊ ഈ നിമിഷത്തിലെ സത്യം അവിടെ അവന് നഷ്ടപ്പെടുകയാണ്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധകർ അവരുടെ സാധനയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നു എങ്കിൽ അവ അപ്പോൾ തന്നെ ഗുരുവുമായി പങ്കുവെക്കുന്നു. ഒരു ഗുരുവിന് മാത്രമേ സാധകന്റെ പ്രശ്നത്തിന് യഥാർത്ഥ പരിഹാരം ഉപദേശിച്ച് നൽകുവാൻ കഴിയൂ. ഇന്ന് മീ ടു മീ ചാനലിൽ വന്ന ഗുരുജിയുടെ അവധൂതാമൃതം എന്ന സത്സംഗത്തിൽ ഒരു ധ്യാന കഥ പറയുന്നുണ്ട്. അതിലൊരു സാധകൻ സാധനയിൽ നേരിട്ട പ്രശ്നത്തെ കുറിച്ച് പറയുന്നു.
ആ സാധകൻ സാധന ചെയ്യുമ്പോൾ പുറത്തു നിന്നുള്ള ശബ്ദങ്ങൾ ആ സാധകന് തടസ്സം സൃഷ്ടിക്കുന്നു. അത് സാധന ചെയ്യുന്ന സമയം മാറ്റി നോക്കിയിട്ടും ഫലമില്ല, അപ്പോഴും ശബ്ദങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ആ തടസ്സം ഒഴിവാക്കാനായിട്ട് ആ ഗുരുവിന്റെ സമീപം ചെന്നു. ഗുരുജി നൽകിയ മറുപടി ഇതാണ്: നീ ശബ്ദത്തെ കേൾക്കുന്നതിന് പകരം ശബ്ദം കേൾക്കുന്നവനെ ശ്രദ്ധിക്കും. ശബ്ദത്തെ ശ്രദ്ധിക്കുന്നതിന് പകരം ആ ശബ്ദം കേൾക്കുന്നവനെ ശ്രദ്ധിക്കും. ശബ്ദത്തെ കേൾക്കുന്നത് അവന്റെ ഉള്ളിലുള്ള ആ ബോധമാണ്. അപ്പോ ഇവിടെ നമുക്ക് പുറത്തുള്ള സാഹചര്യങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അതാ പ്രകൃതിയിൽ ആ സ്വാഭാവികതയോടെ ഒപ്പം നമ്മൾ നിൽക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ ഏതിൽ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാം. ഇപ്പൊ സാധകൻ എപ്പോഴും ആ മനസ്സിനെയാണ് നിരീക്ഷിക്കേണ്ടത്. അപ്പോ സാധകന്റെ ലക്ഷ്യം എന്തായിരിക്കണമെന്ന് ഗുരുജി ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യതയിൽ വളരെ വ്യക്തമായി വിശദീകരിച്ചു തന്നിരിക്കുന്നു. മനസ്സ് നിർവചിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കംഫർട്ട് സോൺ ഉണ്ട്. അതിൽ നിന്ന് പുറത്തു കടന്ന് നിരീക്ഷകൻ കാണുന്ന ഈ നിമിഷത്തിലെ എന്നെ അറിയുക. അതായത് ഈ നിമിഷത്തിൽ നിരന്തരമായി ഈ നിമിഷത്തിൽ വർത്തിച്ച് സാധന ചെയ്യുമ്പോൾ ഈ നിമിഷത്തിലെ എന്നെ നിരീക്ഷകൻ അറിയുന്നത് ശരീരത്തിനോടും മനസ്സിനോടും ഒട്ടലില്ലാതെ, എന്നാൽ അവയെല്ലാം പ്രകാശിപ്പിക്കുന്ന ബോധസ്വരൂപമായ നിരീക്ഷകനെ തന്നെയാണ്. അതായത് നിരീക്ഷണത്തിന്റെ പൂർണ്ണതയിൽ സാധകൻ നിരീക്ഷകൻ തന്നെയാണെന്ന് ഉള്ള സത്യം തിരിച്ചറിയുന്നു. അപ്പൊ സ്വയം അറിയുക എന്ന് പറയുന്നത് നമ്മളാ ഉയർന്ന ബോധതലത്തിൽ ആ ബോധമാണ് എന്നുള്ള തിരിച്ചറിവാണ് വേണ്ടത്. നിരന്തരമായ സാധനയും അവിടെ ആവശ്യമാണ്. അപ്പൊ നിരീക്ഷകൻ സത്തയിൽ ലയിക്കുന്നതോടൊപ്പം ഇവിടെ അറിയുന്നവനും അറിവും അറിയലെന്ന പ്രക്രിയയും ഒന്നാവുകയാണ്. അതാണ് ഒരു സാധകന്റെ ലക്ഷ്യം. അതാണ് ഈ നിമിഷത്തിൽ തന്നെ നിലനിന്ന് സ്വയം നിരീക്ഷിക്കാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ സ്വയം നിരീക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് നിരന്തരമായി ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഉയർന്ന ബോധതലത്തിൽ ആ നിരീക്ഷകനും ഞാനും തമ്മിൽ വ്യത്യാസമില്ല, ഞാൻ തന്നെയാണ് നിരീക്ഷകൻ എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നത്. അത് തന്നെയാണ് ധ്യാനവും ജ്ഞാനവും, അത് തന്നെയാണ് ബോധോദയത്തിന് ഹേതുവായി മാറുന്നത് എന്ന് ബോധപ്രാപ്തനായ ഗുരുജി വ്യക്തമാക്കി തരുന്നു. അപ്പൊ എന്താണ് ധ്യാനം, എന്താണ് ജ്ഞാനം, ബോധോദയത്തിന് ഹേതുവായി മാറുന്നത് എന്താണ് എന്നൊക്കെ ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഈ നിമിഷത്തിൽ നിന്നുകൊണ്ട് ആ നിരീക്ഷകനെ ഉണർത്തി നിരീക്ഷണം തുടരുക. ബോധവും നിരീക്ഷിക്കുന്ന സത്തയും നിലനിൽക്കുന്നതും, ബോധവും നിരീക്ഷകനും സത്തയും നിലനിൽക്കുന്നത് ഈ നിമിഷത്തിൽ തന്നെയാണ്. അതിനാൽ സത്തയെ അനുഭവിച്ചറിയുവാൻ സാധന ചെയ്യുന്നവർക്ക് ഓരോ ഈ നിമിഷവും വിലപ്പെട്ടതാണ്. മനസ്സിനെ ധ്യാനാത്മക മനസ്സാക്കി ഓരോ ഈ നിമിഷത്തിലും നിരീക്ഷകനായി നിലകൊള്ളുവാൻ സാധനയിലൂടെ പ്രാപ്തി നേടുന്നവർക്ക് മാത്രമേ സത്തയെ അനുഭവിക്കാൻ കഴിയൂ എന്ന് ഗുരു സാധകരെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ നിമിഷത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ മനസ്സ് സൃഷ്ടിക്കുന്ന സാങ്കല്പികമായ ഭാവി, അതായത് മാറ്റിവെക്കുന്നത്, പിന്നീട് ചെയ്യാമെന്നുള്ള ആ ഒരു ടെൻഡൻസി, മനസ്സിന്റെ ഒരു പ്രേരണ, ഭാവി, അതൊരു സാങ്കല്പിക ഭാവിയാണ്. അപ്പൊ അതിലേക്ക് സാധനാകർമ്മങ്ങൾ മാറ്റിവെക്കുന്നതിന് പകരം ഈ നിമിഷത്തിൽ നിലനിന്ന് ഈ ജീവിതത്തെ തന്നെ നിത്യസാധനയാക്കുവാൻ ഗുരുവിന്റെ കൃപയാൽ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയോം. ഹരിയോം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. മാറ്റിവെക്കൽ. ഗുരുജിയുടെ ഓരോ എഴുത്തും നമ്മൾ വായിക്കുമ്പോൾ
ഓരോ വരികളിലും നാം കാണുന്നത്, അല്ലെങ്കിൽ ഞാൻ കാണുന്നത് എന്നെ തന്നെയാണ്. അതിന്റെ കാരണം നമ്മുടെ സെന്ററിന്റെ പേര് തന്നെ നോക്കും, മീ ടു മീ. നീ നിന്നെ അറിയൂ. മീ ടു അവധൂജി അല്ല. നമ്മള് എവിടെയൊക്കെ പോയാലും ഹരിവം കേൾക്കാം. നമ്മള് എവിടെയെല്ലാം നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഒരു എന്തെങ്കിലും ഒരു ഇമേജിനെ പ്രൊജക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ആചാര അനുഷ്ഠാനങ്ങളെ പ്രൊജക്റ്റ് ചെയ്ത് നമ്മള് ഇതാണ് ആത്മീയത, യഥാർത്ഥത്തിൽ പലപ്പോഴും ഈ ആചാര അനുഷ്ഠാനങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വ്യക്തിയിലോ രൂപത്തിലോ നമ്മൾ ആരോപിച്ച് സങ്കല്പങ്ങൾ കൊടുത്ത് പലപ്പോഴും പുറമേ ഒരു വസ്തുവിലേക്കാണ് നമ്മളുടെ ശ്രദ്ധ എപ്പോഴും പോകുന്നത്. അവിടെയാണ് എനിക്ക് പലപ്പോഴും ഗുരുവിന്റെ പ്രത്യേകിച്ച് വൃത്തത്തിലെ ശൂന്യത ഇത് വായിക്കാൻ തുടങ്ങിയതിനു ശേഷം എന്നെ പച്ചയായി കീറി മുറിച്ച് ഗുരു കാണിച്ചു തരിക. ഇതിൽ തന്നെ മാറ്റിവെക്കൽ. ഒരു എക്സാമ്പിൾ ഞാൻ ചോദിച്ചാൽ, എനിക്ക് വലിയ ഭക്ഷണം നല്ല പ്രിയമാണ്. അങ്ങനെ ഒരു ദിവസം നന്നായിട്ട് ഇങ്ങനെ കഴിക്കും എന്ന് വെച്ചാൽ രാവിലെ ഇന്ന് കുറച്ച് കളയാം ഭക്ഷണം. അപ്പൊ രാവിലെ ഒന്നും ഉണ്ടാക്കാതെ വണ്ടി ഓടിച്ച് ഓഫീസിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നല്ല പുട്ടും കടലയുടെ ദോശയുടെ മണം വരും. ഓ, ഇനി ഉച്ചയ്ക്ക് ഉള്ളത് കുറയ്ക്കാം, ഇനി രാവിലത്തെ എന്തായാലും ഇച്ചിരി കഴിച്ചു കളയാം. അതാണ് പലപ്പോഴും നമ്മള് മാറ്റിവെക്കൽ. കാരണം മാറ്റിവെക്കൽ എവിടെ നിന്ന് അവിടെ സംഭവിച്ചു? എൻ്റെ കംഫേർട്സ്. ആ കംഫേർട്സ് കളയാൻ എൻ്റെ മൈൻഡ് ഒരിക്കലും അനുവദിക്കില്ല. പ്രോക്രാസ്റ്റിനേഷൻ. ഇപ്പം ഇത് വന്നു കഴിയുമ്പോഴത്തേക്ക് പലപ്പോഴും ആ സാധനാ ഗുരു വരും. കഴുത്തിന് പിടിക്കുന്നത് നമ്മുടെ കംഫേർട്സിനെ. ഇത് പിടിക്കുമ്പോഴത്തേക്ക് നമ്മൾ പല രീതിയിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് എങ്ങനെയെങ്കിലും മനസ്സ് എക്സ്ക്യൂസ് നൽകും. അത് പലപ്പോഴും ആരോപണങ്ങൾ ആരാണോ ആ കുറ്റം കാണിച്ചു തരുന്ന ആ ഗുരുവിന്റെ മേൽ ചുമത്തിയിട്ടായിരിക്കും. ഈ ഒരു വലിയ ഒരു ചക്രവാളത്തില് ആണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ച് പോകുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പം നല്ല മധുരമിട്ട ചായ നമ്മൾ ഇങ്ങനെ കുടിക്കാൻ ഇഷ്ടമാണ്. ഇങ്ങനെ നമ്മൾ കുടിച്ച് വന്ന് നമുക്ക് അവസാനം ഡയബറ്റിസ് വരിക. അവിടെയാണ് എനിക്ക് അസുഖമുണ്ട് എന്നൊരു തിരിച്ചറിവ് നമ്മളിൽ എപ്പോഴാണ് വരുന്നത്. പിന്നെ നമുക്കിത് അസുഖമുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ
മധുരമിട്ട് പിന്നെ കുടിക്കുമോ? ഇല്ല. അപ്പൊ നമ്മൾ കെയർഫുൾ ആവും. പലപ്പോഴും നമ്മളിൽ സംഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് മനസ്സ് അവിടെ ഇങ്ങനെ പ്രവർത്തിക്കുകയാണ്. എന്ത് പറയും? ഓ, ഇപ്പൊ ഒരു ചായ കുടിച്ചെന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം, നാളെ നമുക്കിത് മാറ്റാം, നാളെ ഇപ്പൊ ഞാൻ കുടിക്കണില്ല. അപ്പം ഇതൊരു എക്സ്ക്യൂസ് കണ്ടെത്തുക, സമയത്തെ പിടിച്ചുകൊണ്ട്. അതാണ് ഗുരു പറയുന്നത്, നാളെ എന്ന് പറയുന്നത് മനസ്സിന്റെ ഭാവനയാണ്. ഇന്നത്തെ ഈ നിമിഷത്തെ കാണാൻ കഴിയാത്തവൻ നാളത്തെ എന്നെ എങ്ങനെ കാണുവാൻ കഴിയും? ആ വാക്കുകള് നമ്മൾ കേട്ടപ്പോ സത്യം പറഞ്ഞ കോരിത്തിരിച്ചു. എത്രമാത്രം അജ്ഞാനത്തിലാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. എന്നെ ഒരു നോക്ക് പോലും എനിക്ക് കാണുവാൻ കഴിയുന്നില്ല. പറഞ്ഞു വന്നത്, നമുക്ക് ഒരു പ്രശ്നമുണ്ട് എന്ന് നാം തിരിച്ചറിയണമെങ്കിൽ ഞാൻ ഈ നിമിഷത്തിൽ നിൽക്കണം. ആ ഗുരുവിന്റെ അതിമനോഹരമായ വാക്ക്. അത് തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ നിമിഷത്തിൽ എന്നെ കുറിച്ചുള്ള പഠനമാണ് ആത്മീയത. ഇത്രയും ബ്യൂട്ടിഫുൾ ആണ് ആത്മീയതയെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ. ശരിക്കും ഇതല്ലേ സത്യം? സാധന അനുഷ്ഠിച്ച നമ്മൾ ഓരോരുത്തരും ഈ നിമിഷത്തിൽ നിലനിന്നിട്ടുള്ള ഓരോരുത്തരും ആ സത്യത്തെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഗുരു പറയുന്നു, നമുക്ക് ഒരിക്കലും മാറ്റിവെക്കുവാൻ കഴിയാത്തത്, എന്നാൽ ഭാവിയിൽ നേടാം എന്ന് നമ്മൾ സദാ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ. അതാണ് ഈ നിമിഷം. 2 സത്യം. 3 ബന്ധമില്ലാത്ത അവസ്ഥ. 4 ബോധം. 5 നിരീക്ഷകൻ. 6 സത്ത. ഈ 6ഉം ഒന്നാകും. അത് നടക്കുന്നത് ഈ നിമിഷത്തിലാണ്. അവിടെയാണ് നിരീക്ഷകനുള്ളത്, അവിടെയാണ് ബോധമുള്ളത്. അതാണ് സത്യമാകുന്നത്, അത് തന്നെയാണ് സത്യമാകുന്നത്. ഈ നിമിഷത്തെ അറിയാത്തവൻ അവനോട് കാണിക്കുന്നത് ആത്മവഞ്ചനയാണ്. ആ ഗുരുവിന്റെ ആ വാക്യങ്ങളുടെ ആ ആഴങ്ങൾ ഇത്രയും നാള് സ്വയം വഞ്ചിച്ചുകൊണ്ടാണല്ലോ ഞാൻ ജീവിച്ചിരുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ സ്വയം തല താഴ്ത്തുവാനല്ലാതെ എന്ത് ചെയ്യുവാൻ കഴിയും? മനസ്സ് അതിന് ഉപയോഗിക്കുന്ന പല പല ഉപാധികൾ. പ്രതീക്ഷ, നാളെ ശരിയാകും. നമ്മുടെയൊക്കെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഉണ്ട്. എല്ലാ വർഷവും മുടങ്ങാതെ എടുത്ത് മുടക്കുന്ന റെസൊല്യൂഷൻസ്. ഈ ആത്മവഞ്ചന, ഈ ഒഴിവാക്കല് ഭാവിയെ
ചിന്തിച്ചുകൊണ്ട് മനസ്സിന്റെ ഈ ചതിക്കുഴി നാം തിരിച്ചറിഞ്ഞ് ഈ നിമിഷത്തിൽ നിലനിൽക്കുകയല്ലേ വേണ്ടത്. ഈ നിമിഷത്തിൽ നിനക്ക് നിലനിൽക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ ജീവിക്കുന്നില്ല. നീ മരണപ്പെട്ടാണ് ജീവിക്കുന്നത്. കാരണം ആ ജീവൻ, ആ സത്ത, അത് നിലനിൽക്കുന്നത് ഈ നിമിഷത്തിലാണ്. ആ സത്തയ്ക്ക് മാത്രമേ ഇപ്പോഴത്തെ യഥാർത്ഥ സത്യം എന്താണെന്ന് നമുക്ക് വിളിച്ചോതുവാൻ കഴിയുകയുള്ളൂ. ആ തിരിച്ചറിവിൽ കൂടി മാത്രമേ നമുക്ക് മാറ്റങ്ങൾക്ക് വിധേയമാകാൻ കഴിയൂ. ആ സദാ മാറ്റങ്ങൾക്ക് വിധേയമായി സദാ ആ നിരീക്ഷണത്തിൽ, ആ ജാഗ്രതാവസ്ഥയിൽ സ്വന്തം മനസ്സിന്റെ ആ മാറ്റങ്ങളെ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വർത്തിച്ച് ജീവിതത്തിൽ മാറ്റിവെക്കലിനെ എടുത്തു കളഞ്ഞു ഇപ്പോൾ ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യും. ഈ നിമിഷത്തിൽ നാം നിലനിൽക്കുക. അതാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത വൃത്തം. അതിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ആ സത്യയിലേക്ക്, ആ ബോധത്തിലേക്ക്, ആ ഗുരുകൃപയാൽ നമുക്ക് എത്തുവാൻ കഴിയട്ടെ. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു. ഇന്ദ്രപ്രസ്ഥത്തിൽ മയനാൽ നിർമ്മിതമായ കൊട്ടാരത്തില് യുധിഷ്ഠിരനും സഹോദരന്മാരും വളരെ സന്തോഷത്തോടുകൂടി കഴിഞ്ഞു പോകുന്നു. ദിവസേന അവിടെ മന്ത്രിമാരുമായിട്ട് കൂടിയാലോചനകളൊക്കെ നടത്തുന്ന യുധിഷ്ഠിരന്റെ അടുത്തേക്ക്, അല്ല സഭയിലേക്ക്, ഒരു കച്ചവടക്കാരൻ വന്നു. തന്റെ പ്രശ്നം പറയാൻ ആരംഭിച്ചപ്പോൾ തന്നെ യുധിഷ്ഠിരൻ പറഞ്ഞു, അങ്ങ് നാളെ വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി രാജാവിന്റെ പരാതി കേൾക്കാൻ തയ്യാറായല്ലോ, വളരെയധികം സന്തോഷം. രാജാവിന്റെ നന്ദി പറഞ്ഞിട്ട് അദ്ദേഹം മടങ്ങി പോകും. അപ്പോൾ തന്റെ സഹോദരനായ ഭീമൻ വളരെയധികം ബലേഭേഷ് എന്ന് പറഞ്ഞ് ആർത്ത് സന്തോഷിച്ചുകൊണ്ട് സഭയിൽ എഴുന്നേറ്റ് നിന്നു. ഇന്ന് നമുക്ക് ഒരു മഹോത്സവം ഇവിടെ കൊണ്ടാടണം. ഇന്ന് തന്നെ നമ്മൾക്ക് ഇവിടെ എല്ലാവർക്കും അന്നദാനം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കണം. കാരണം നമുക്ക് ഇന്നൊരു വിശേഷപ്പെട്ട ദിനമാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ യുധിഷ്ഠിരനടക്കം എല്ലാവരും അമ്പരന്നു. ഇത് പെട്ടെന്ന് ഒരു വെളിപാടുണ്ടായതുപോലെ എന്താണ് ഭീമന് സംഭവിച്ചത്? കാരണം ഇന്ന് പ്രത്യേകത ഉള്ള ദിവസമല്ല, പക്ഷെ ഭീമന് അത്ഭുതം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചാടി ഓടി സന്തോഷിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. മന്ത്രിമാരോട് പറയുന്നു, എളുപ്പം തയ്യാറാക്കൂ, ഭോജനങ്ങൾ തയ്യാറാക്കൂ, ഇവിടെ ഇന്ന് മഹോത്സവം തന്നെ കൊണ്ടാടണം. അപ്പോൾ യുധിഷ്ഠിരൻ അന്വേഷിച്ചു, ഭീമ എന്താണ് അത്ഭുതം ഇവിടെ നടന്നത്? എന്തിനാണ് നീ ഇപ്പോൾ ഒരു മഹോത്സവം കൊണ്ടാടണമെന്ന് പറഞ്ഞത്? അത് എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. എന്റെ ജ്യേഷ്ഠൻ ഹസ്തിനപുരിയുടെ ഇന്ദ്രപ്രസ്ഥത്തിന്റെ രാജാവായ യുധിഷ്ഠിരൻ കാലത്തെ അതിജീവിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് യുധിഷ്ഠിരനൊന്നും മനസ്സിലായി. അദ്ദേഹം സന്തോഷത്തോടുകൂടി വീണ്ടും ചോദിച്ചു, പറയൂ, വ്യക്തമാക്കി പറയൂ. അല്ല, അങ്ങ് പറഞ്ഞല്ലോ നാളെ വരാൻ അദ്ദേഹത്തോട്. നാളെ അങ്ങ് ജീവിച്ചിരിക്കുമെന്നും അദ്ദേഹം ജീവിച്ചിരിക്കുമെന്നും കാലദേശാദികൾക്ക് അപ്പുറം നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴാണ് യുധിഷ്ഠിരൻ മനസ്സിലാക്കിയത് താൻ പറഞ്ഞത് ചെയ്തത് തെറ്റാണ്.
നിമിഷം ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യാതെ നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ ജീവിച്ചിരിക്കുമെന്നുള്ള ആ സത്യം മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ ഒരു മഹാത്മാവല്ലേ, ആ മഹാത്മാവിന്റെ ആ അവസ്ഥ നമ്മൾ ആഘോഷിക്കണമെന്നുള്ള രീതിയിലാണ് ഭീമൻ കളിയാക്കി പറഞ്ഞത്. അപ്പോൾ ഉടൻ തന്നെ ആ കച്ചവടക്കാരനെ വിളിച്ച് പ്രശ്നങ്ങൾ കേട്ട് അത് പരിഹരിച്ച് അദ്ദേഹത്തെ സന്തോഷത്തോടെ മടക്കി വെച്ചു. ശരിക്കും ഇതാണ് ശരിക്കും നടക്കുന്ന മാറ്റിവെക്കൽ പ്രോസസ്. ഇവിടെ യുധിഷ്ഠിരൻ ചെയ്തത് എന്താണ്? നാളെ വരൂ എന്ന് പറഞ്ഞപ്പോൾ ആ ഭാവിയെ പറ്റി, അല്ലെങ്കിൽ ഭാവിയിൽ ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞ വലിയൊരു സത്യമാണ് പറഞ്ഞത്. പക്ഷെ സത്യമാണോ അത്? ഏത് നിമിഷവും അവസാനിക്കാവുന്ന ഒരു ജീവിതമാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത്. കാരണം എപ്പോഴും പറയും നീർക്കുമ്പളയുടെ ആയുസേ ഉള്ളൂ. പക്ഷെ ഇത് മനസ്സിലാക്കാതെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത്. കാരണം എന്താണ്? ഇപ്പം പണ്ട് ഈ ശവമഞ്ചത്തിലൊക്കെ ഇന്ന് നീ നാളെ ഞാൻ എന്ന് എഴുതി വെച്ചു, അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും വായിക്കും, പക്ഷെ മരിക്കുവാൻ ആരും തയ്യാറല്ല. ഇതിങ്ങനെ വായിക്കും. പക്ഷെ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? കാരണം ലിമിറ്റഡ് ആണ് നമ്മൾ എന്നുള്ള ആ ഒരു തീരുമാനം നമ്മളിൽ ഉണ്ടെങ്കിൽ, നമ്മൾ ലിമിറ്റേഷൻസിലാണ് നമ്മുടെ തീരുമാനങ്ങളൊക്കെ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എങ്ങനെയായിരിക്കും ജീവിക്കുക? ആ നിമിഷത്തിൽ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കർത്തവ്യബോധത്തോടുകൂടി ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്ത് പോകും. പ്രകൃതിയിൽ ഒരു കാര്യങ്ങളും ഒരു താളബോധവും ഇല്ലാത്ത രീതിയിൽ നടക്കുന്നില്ല. പ്രകൃതിയിൽ എല്ലാ ദിവസങ്ങളും അത് ആ ഫങ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? സ്വാഭാവികതയിലാണ്. അപ്പൊ അസ്വാഭാവികതയിൽ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ എന്തിൻ്റെയൊക്കെയോ ഒരു പിടുത്തമുണ്ട്. തീർച്ചയായിട്ടും അത് മനസ്സിന്റെ ആവാം, അല്ലെങ്കിൽ മറ്റു ഘടകങ്ങളുടെ ആവാം. അവിടെ നിരീക്ഷകൻ ഉണരുന്നുണ്ടോ? ഒരിക്കലുമില്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് ഇത്രയാണ്: നമ്മളിൽ നിരീക്ഷകൻ ശക്തമായി പ്രബലമായി നിലകൊള്ളുന്നുവെങ്കിൽ നമ്മൾ ആ നിമിഷത്തിൽ തന്നെ ജീവിക്കും. നമുക്ക് ഭാവിയെന്നോ ഭൂതമെന്നോ ചിന്തിക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ നാളത്തേക്ക് മാറ്റി വെക്കുന്നത് നാളെ ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്ന് ഉറപ്പുണ്ടോ? എങ്കിൽ ചെയ്യാം. പക്ഷെ ഉറപ്പില്ലാത്തടത്തോളം കാലം നമുക്ക് ആ മാറ്റിവെക്കൽ പ്രോസസ്സ് തൽക്കാലം ഇന്ന് തന്നെ ചെയ്ത് നിവൃത്തീകരിച്ച് പോയാലേ പറ്റും. അതാ ഗുരുജിയുടെ അവധൂത ചിന്തയുണ്ടല്ലോ, അത് ഗിരിധരൻ സാറ് പറയുകയുണ്ട്: നാളെ ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യുക, ഇന്ന് ചെയ്യേണ്ടത് ഈ നിമിഷം ചെയ്യുക. ഒരു ബോധപ്രാപ്തന് മാത്രമേ അങ്ങനെ പറഞ്ഞുതരാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണെന്നാൽ പ്രസന്റിലാണ് അദ്ദേഹം ജീവിക്കുന്നത്, മനസ്സില്ലാതാണ് ജീവിക്കുന്നത്. ഞാൻ പല കാര്യങ്ങളും ഗുരുജിയെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന കൂട്ടത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഗുരുജി ഒബ്സർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഗുരുജി ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കുക എന്നുള്ളതാണ്. പല കാര്യങ്ങളും അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സന്ദേഹം വരും, ഇതിപ്പം ഇപ്പോഴേ റെഡിയാക്കി വെക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലും. പക്ഷെ അന്നേരം അന്നേരം ചെയ്ത് തീർത്തത് കൊണ്ട് നമ്മൾ ആ പറഞ്ഞ പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ ഫ്രീ ആയിരിക്കും. അവിടെ അന്നേരം വേറെ എന്തോ പ്രധാന കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും. പലതവണ ബോധ്യപ്പെട്ട ഒരു കാര്യമാണിത്. കാരണം അപ്പോൾ ഗുരുജി എപ്പോഴേ എന്ത് കാര്യം പറഞ്ഞാലും തടസ്സം പറയാറില്ല നമ്മൾ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മാറ്റപ്പെടാനുള്ള അവസ്ഥ ബോധപ്രാപ്തനില്ല. അദ്ദേഹം ഇത്ര മണിക്ക് ഇന്നത് ചെയ്യണം, ഇന്നത് റെഡിയാവണം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനൊത്ത് നീങ്ങുക എന്നുള്ളതാണ്. പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഈ കാര്യം. നമ്മൾ എല്ലാവരും ആ നിമിഷത്തിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അതിന്റെ വാല്യൂ വളരെ വലുതായിരിക്കും. നമ്മൾ ചിന്തിക്കും ഇതൊക്കെ
സാവകാശം അല്ല വളരെ സമയമെടുത്ത് ചെയ്തുകൂടെ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ജാഗരൂകരായി നിൽക്കുന്ന ഒരാൾ 100% തൻ്റെ ആത്മാർത്ഥതയോടുകൂടിയാണ് കർത്തവ്യങ്ങൾ ബോധ്യപ്പെട്ട് ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ നിരീക്ഷകൻ ശക്തമായി നിലകൊള്ളുന്നുവെങ്കിൽ അവനിൽ ആ നിമിഷത്തിൽ ജീവിക്കാനുള്ള ത്വര വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്തിനാണ് നമ്മൾ ഭാവിയിലും ഭൂതത്തിലും ജീവിക്കുന്നത്? എന്തുകൊണ്ട് വർത്തമാനത്തിൽ ജീവിച്ചുകൂടാ? അപ്പൊ ഇത് നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. കാരണം നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്തെന്നാൽ സങ്കല്പ വികല്പങ്ങളുടെ ലോകത്തല്ല സാധകൻ ജീവിക്കേണ്ടത്. സാധകന് ഒന്നേ അറിയാവുള്ളൂ, അവൻ പ്രസന്റിൽ ജീവിച്ചു പോകട്ടെ. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മളിൽ മാറ്റപ്പെടുന്ന അവസ്ഥ സൃഷ്ടിച്ചാൽ കൂനുമേൽ കുരുവെന്ന രീതിയിൽ നമ്മളിൽ തന്നെ വന്നു ഭവിക്കും. കാരണം ഒന്നൊന്നിനു മീതെ ഇങ്ങനെ കിടക്കും. അവസാനം സർക്കാർ ഓഫീസിലെ ഫയലുകൾ പോലെയാവും നമ്മുടെ ജീവിതം, ഒരിക്കലും തുറക്കാൻ പറ്റാത്ത പുസ്തകമായി കൊണ്ട്. അങ്ങനെ ഒരു അവസ്ഥ നമ്മളിൽ നിലകൊള്ളണമോ എന്ന് നമ്മളാണ് ആത്മപരിശോധന നടത്തേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ സാധകരും ചിന്തിക്കേണ്ടത് ഇത്രമാത്രം: എനിക്ക് ഈ നിമിഷത്തിൽ ജീവിക്കാനുള്ള ശക്തി തരണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ ബോധപ്രാപ്തന്റെ കാലടികളെ പിന്തുടരാം. ഹരിയോ ഹരിയോ ഓം ഗുരുഭ്യോ നമഃ. നമ്മള് മാറ്റിവെക്കല് ശീലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മാറ്റിവെക്കലിനോടൊപ്പമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും ആ മാറ്റിവെക്കലുണ്ട്. ഈ മാറ്റിവെക്കൽ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് എല്ലാ കാര്യത്തിലും നമ്മൾ ആ ഒരു മടി വരുമ്പോൾ നമുക്ക് അസ്വസ്ഥതയാണ്. ചിന്തകൾ കൂടുന്നു, ഒരുപാട് ഇമാജിനേഷൻ ആന്തരികതയിൽ കൂടുന്നു, മനസ്സ് ഒരുപാട് സംസാരിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. പക്ഷെ ശരീരം ഒന്നും പ്രവർത്തിക്കുന്നില്ല. അലസതയിലൂടെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. കാരണം ഈ നിമിഷത്തിലല്ല, ഈ നിമിഷത്തിലെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് മനസ്സിന്റെ ഏതൊക്കെയോ ഭൂതത്തിലെയോ ഭാവിയിലെയോ കുറെ ഇമാജിനേഷനിൽ ഇരിക്കുകയാണ്. ഒരു കാലഘട്ടം, ഒരു വളരെ കുട്ടിക്കാലത്തില് നമ്മൾ ഈ നിമിഷത്തിന്റെ ഉണർവ് അനുഭവിച്ചവരാണ്. കാരണം അത് അനുഭവിച്ചു നമ്മുടെ മനസ്സിൽ ഏറ്റവും ആർദ്രത നിറഞ്ഞ് തങ്ങി നിൽക്കുന്ന പല കാര്യങ്ങളും അത് ഈ നിമിഷത്തിൽ നമ്മൾ അനുഭവിച്ചതാണ്. ആ അനുഭവിച്ച ഓർമ്മകളാണ് ഇപ്പോഴ് നമ്മൾ എടുത്തു നോക്കിയാൽ പോലും നമ്മളെ സ്വാധീനിക്കുന്നത് കുട്ടിക്കാലത്തിലെ ഈ നിമിഷത്തില് നമ്മൾ എന്താണോ ചെയ്തത് ആ കാര്യങ്ങൾ. കാരണം അത്രയ്ക്ക് നാച്ചുറലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോഴ് അഹത്തിന്റെ സ്വാധീനത്തോടെ വന്നത് കാരണം കൊണ്ട് തന്നെ ആ ഒരു ചടുലത നമുക്ക് നഷ്ടപ്പെട്ടു. കാരണം ഗുരുജി ഈ നിമിഷത്തിൽ നിൽക്കൂ, ഈ നിമിഷത്തിൽ നിൽക്കുമ്പോഴാണ് ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ചടുലത നമുക്ക് വരുന്നത്. നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിക്കോട്ടെ, ഈ നിമിഷത്തിൽ നിൽക്കുവാണെങ്കിൽ ആ കർമ്മങ്ങൾ ആ ഒഴുക്കിൽ ചെയ്യാൻ സാധിക്കും. കാരണം എത്ര കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കുകയാണ്, മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങൾ പോലും. കാരണം ഈ നിമിഷത്തിലല്ല. അതുകൊണ്ടാണ് ഭൗതികവും ആത്മീയവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ സമയാസമയത്ത് ചെയ്തു പോവാതെ പോകുന്നത്. എല്ലാത്തിനും കാരണം അകാരണമായിട്ട് നമ്മൾ തന്നെ ഒരു സ്ട്രക്ചർ മനസ്സിനകത്ത് രൂപപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു മടി അറിയാതെ ഒരു ഒഴുക്ക് എങ്ങനെയാണോ ഈ നിമിഷത്തിലെ ഒഴുക്ക് നമ്മളിത് സംഭവിക്കേണ്ടത്, അതിന് പകരം എങ്ങനെയാണോ മടി അതൊരു സ്ട്രക്ചർ പോലെ വന്നിട്ടുണ്ട്. പല കാര്യത്തില് മാറ്റിവെക്കാനും ഇതും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 10 കാര്യം മാറ്റിവെക്കണം. കാരണം ഒരു കാര്യം ചെയ്തു കഴിഞ്ഞു, ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ഡംപ് ചെയ്യാമെന്ന മാനസിക തലമാണ്. ആ തലത്തിൽ നിന്ന് നമുക്ക് ഈ നിമിഷത്തിലേക്ക് ആത്മീയ സാധകരാണെങ്കിൽ അവിടെ സങ്കല്പങ്ങൾക്ക് ഇമാജിനേഷന് ഒന്നും പ്രസക്തിയില്ല. ഈ നിമിഷത്തില് നമ്മുടെ മാക്സിമം 100% ആ എന്താണോ ഒഴുക്ക് അതിന് നമ്മൾ നിന്ന് കൊടുക്കുക. അപ്പം ആ കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് മാനസികമായി
ആന്തരിക സ്വസ്ഥത ലഭിക്കുള്ളൂ. അഹത്തിന്റെ നമ്മുടെ വ്യക്തിബോധത്തിന്റെ ആ ഒരു തലത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ട് എടുത്ത് ചെയ്യുമ്പോഴും നമുക്ക് അസ്വസ്ഥതയായിരിക്കും. ആന്തരികതയിൽ വലിയ സംസാരം വന്നുകൊണ്ടിരിക്കും. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ക്രെഡിറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് ഇങ്ങനെ സംസാരം അത് തന്നെ നമ്മളെ അസ്വസ്ഥരാക്കും. കാരണം ആ കാര്യങ്ങൾ ഒന്നും അകൃത്യമായിട്ട് മാറ്റിവെക്കലിന് വിധേയമായി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ പരിണിത ഫലമാണ്. അപ്പം ഗുരു നമ്മളെ ശീലിപ്പിക്കുന്നത് ഈ നിമിഷത്തിൽ നിൽക്കൂ, ഈ നിമിഷത്തിൽ ആ നിരീക്ഷകനെ ഉണർത്തൂ. ആ സിനിമയിലെ എന്ത് കാര്യം നമ്മൾ നടത്തിയാലും അത് നല്ലതോ ചീത്തയോ എല്ലാറ്റിനും അപ്പുറത്ത് ആ നിരീക്ഷകനെ ഉണർത്തി ആ സത്തയിലേക്ക് ചരിക്കാൻ നമുക്ക് എല്ലാ സാധകർക്കും ആ ഗുരു, ആ ബോധബിന്ദുവിന്റെ അനുഗ്രഹം സദാ നമ്മളിൽ ഉണ്ടാവട്ടെ. ഹരിയോം. ഹരിയോം. പിന്നെ ബാലുജി പറഞ്ഞൊരു കാര്യം, കുറെ വർക്ക് ഇങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. കാരണം പ്രയോറിറ്റി വെച്ച് നമ്മളിപ്പം നോക്കുമ്പം പിന്നെ ഇപ്പൊ ഈ വൃത്തത്തിലെ ശൂന്യത വന്നതിന് ശേഷമാണ് നമ്മുടെ പ്രയോറിറ്റിക്കൊക്കെ ഒരു എല്ലാം മറിഞ്ഞ് ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കിപ്പം നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസും പല കാര്യങ്ങള് പ്രയോറിറ്റി കുറഞ്ഞു പോകുന്നുണ്ട്. എങ്കിലും ഈ മാറ്ററിൽ നമ്മൾ കുറേയൂടെ ഫോക്കസ് ചെയ്യുമ്പം, ഈ മനനം ചെയ്യുന്ന കാര്യവും ഇതിലൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ചില കാര്യങ്ങൾ റിസീഡ് ചെയ്ത് ആക്ടിവിറ്റീസ് കുറഞ്ഞു വരുന്നുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. എങ്കിലും അപ്പോഴും നമ്മൾ പൂർണ്ണമായിട്ടില്ല, നമ്മൾ ആ തലത്തിലോട്ട് നീങ്ങുന്നേ ഉള്ളൂ. ഈ തടസ്സങ്ങളെല്ലാം നമ്മൾക്കുണ്ട്, ബാക്ക്ലോഗായിട്ട് കുറച്ച് കിടക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്ത് പോകേണ്ടതാണ്. അത് ഈ പറഞ്ഞ പോലെ പിന്നെ മാറ്റി വെക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ ഇപ്പം നമുക്കത് മാറ്റി വെക്കണമെങ്കിൽ ഒരു നിരീക്ഷകനുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ചിന്തിക്കും, മാറ്റി വെക്കാൻ പറ്റുമോ പറ്റില്ല. അപ്പൊ പിന്നെ ഉടനെ നമ്മൾ അതിലോട്ട് പിന്നെ പോകും. അപ്പൊ പല കാര്യങ്ങളും നമ്മൾ പിന്നെ നിത്യവും ചെയ്തുകൊണ്ടിരുന്ന കാര്യം ചിലതൊക്കെ നമ്മൾ ഡ്രോപ്പ് ഓഫ് ചെയ്ത് ഇതിലോട്ട് നിൽക്കും. പക്ഷെ എല്ലാവർക്കും അത് പറ്റില്ല. കാരണം അവർ ജോലിക്ക് പോകുമ്പോൾ ആ സിറ്റുവേഷൻസ് ഒക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോണെങ്കിൽ പാടാണ്. ഇപ്പം റിട്ടയർഡ് പേഴ്സണൽസ് ആണെങ്കിൽ അവർക്കൊരു ഓപ്ഷൻ ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ സാധകരായിട്ട് മാറിയവരാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പൊ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് എല്ലാവർക്കും. എങ്കിലും പക്ഷെ അത് ചാലഞ്ചിങ് ആണെങ്കിലും അത് ഉപയോഗിച്ചാൽ നല്ലതായിരുന്നേനെ. കാരണം അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ കൂടുതൽ സാഹചര്യങ്ങൾ കിട്ടിയില്ല. അപ്പൊ അതായത് ഒരു ഗുരു സാമീപ്യമുള്ളത് ബ്ലെസ്ഡ് ആണ്. എല്ലാവർക്കും ആ ഏത് സാഹചര്യമാണെങ്കിലും, ഓഫീസിലായാലും വീട്ടിലായാലും, ഈ ഉണ്ടാവുന്ന സിറ്റുവേഷന് നോക്കിക്കണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെയും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഇത്രയും ടെൻഷൻ ഇല്ലാത്തവർക്ക് മാറ്റിവെക്കൽ സാധ്യത കുറച്ചുകൂടെ കൂടുതലാവുമോ എന്നാണ് എനിക്ക് ഒരു സംശയം വരുന്നത്. ദാറ്റ് ഈസ് വൈ നമ്മൾ വളരെ അലേർട്ടായിരിക്കണം, മാറ്റി വെക്കാതെ ഇരിക്കാൻ വളരെയേറെ ശ്രദ്ധിക്കണം. പല തടസ്സങ്ങളും വരുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. എനിക്ക് ഇത്രയും പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. സത്യമായിട്ട് ഞങ്ങൾക്കും ഉണ്ട് ബുദ്ധിമുട്ടുകളെല്ലാം, നമുക്കും ഉണ്ട്, എല്ലാവർക്കും ഉള്ളതാണ്. നിരീക്ഷണവും നടക്കുന്നു, മറ്റേതും കയറി വരും. പിന്നെ കഴിവതും ഈ നിരീക്ഷണത്താൽ അത് എങ്ങനെങ്കിലും ശമിപ്പിക്കുക എന്നുള്ള ഒരു പ്രോസസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഹരിയോം. അത്രയേ ഉള്ളൂ, വേറെ. ഹരിയോം. ഞാനൊരു വാക്കോടെ കൂട്ടിച്ചേർത്തോട്ടെ. അപ്പൊ ഒരു സാധകന് എപ്പോഴും ചിന്തിക്കേണ്ടത് അവന് കർത്തവ്യങ്ങളും കടമകളും ഒക്കെ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അവിടെ ഒരു സാധകൻ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടത് നീഡ്സ് ആൻഡ് നെസസിറ്റിയിലായിരിക്കണം. അത്യാവശ്യമുള്ളത് ആദ്യം ചെയ്യുക, അത്ര അത്യാവശ്യമില്ലാത്തത് നീഡ്സ് ആവശ്യമുള്ളത് പതുക്കെ ചെയ്യുക. അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കേട്ടാം. ഇപ്പൊ അമ്മ പറഞ്ഞുകൊണ്ട് ആ പ്രയോറിറ്റി ബേസ്ഡിലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടി വരും. സാധകന് എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ നമുക്ക് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ നമുക്കൊപ്പം ആ നിരീക്ഷകൻ ശക്തമാണെങ്കിൽ ഇത് സാധ്യമാണ്. പക്ഷെ മനസ്സ്
നിരീക്ഷകനെ എന്താണ് സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ബാലികാറ മലയാളി ഹരിയോ